നടൻ MG സോമന്റെ വീട്ടിലാണ് തിരുവോണ ദിനത്തിൽ ഞാൻ നിൽക്കുന്നത്. ഈ വീടിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വീട്ടിൽ എപ്പോൾ വന്നാലും ആളുകൾക്ക് പായസം ലഭിക്കും. പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷെ സത്യമാണ്. നടൻ MG സോമന്റെ മകൻ സജി സോമനാണ് ആ പായസം അദ്ദേഹത്തിന്റെ ഈ വീട്ടിൽ തന്നെ വിൽക്കുന്നത്. നമുക്ക് തൊട്ടുപുറകിൽ ഒരു കാർ കാണാം. ഒരു പഴയ മാരുതി 800 കാറാണ്. MG സോമൻ ഉപയോഗിച്ചിരുന്ന ആ മാരുതി കാർ ഇപ്പോഴും അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ വീട്ടിൽ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും വണ്ടി നല്ല കണ്ടീഷൻ തന്നെയാണ്. നമുക്ക് സജി സോമനെ ഒന്ന് കാണാം. അദ്ദേഹം വീട്ടിലുണ്ട്. ഇപ്പോൾ നമുക്ക് പുറത്ത് കാണാൻ സാധിക്കും. ആ പായസം വാങ്ങാൻ വേണ്ടി തിരുവോണ ദിനത്തിൽ വന്നവരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അല്പം തിരക്ക് കുറവുണ്ട്. നേരത്തെ നല്ല തിരക്കായിരുന്നു. ഇവിടെ നിരവധി ആളുകളാണ് ഈ സ്പെഷ്യൽ പായസം വാങ്ങിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ നടൻ MG സോമന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മകൻ സജി സോമനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ അല്ലേ? സജി സോമൻ ചേട്ടൻ റെഡിയാണ്. ആദ്യമേ തന്നെ ഓണാശംസകൾ ചേട്ടാ. ഞങ്ങൾ ഈ വീട്ടിലോട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത് MG സോമൻ സാറിന്റെ അദ്ദേഹത്തിന്റെ ഓർമ്മകളാണല്ലേ. വീട് നിറയെ അദ്ദേഹത്തിന്റെ ഫോട്ടോകളാണ്. ഇതിൽ കണ്ടതിൽ സന്തോഷം. ഒന്ന് ഇവിടെ വന്നപ്പോൾ ധാരാളം ആളുകൾ നിൽക്കുന്നു. പായസം വിൽപ്പന ഞാനല്ല, ഒരു മിനിറ്റ് വൈഫാണ്. എന്തൊക്കെയുണ്ട് ഓണവിശേഷങ്ങളുണ്ട്? നല്ല തിരക്കായിരുന്നല്ലേ രാവിലെ? നല്ല തിരക്കാണ്, അതാണ് ഈ കോലത്ത് നിൽക്കുന്നത്. പിന്നെ മോന്റെ കൂട്ടുകാരവരെല്ലാം, അപ്പൊ അവരെല്ലാം ഉള്ളതുകൊണ്ട് എങ്ങനെയായിരുന്നു ഇപ്പൊ എല്ലാ ഓണത്തിനും ഇങ്ങനെ തിരക്കാണ്? കഴിഞ്ഞ 4 വർഷമായിട്ട് കുഴപ്പമില്ല പോകുന്നു. എങ്ങനെയാണ് അച്ഛനുണ്ടായിരുന്നപ്പോൾ ഓണം ഓർമ്മകളൊക്കെ എങ്ങനെയായിരുന്നു? അച്ഛനുള്ളപ്പോഴായിരുന്നു ഓണം. ഇപ്പൊ പിന്നെ നമ്മുടെ ആഘോഷങ്ങളല്ലേ. അതെങ്ങനെയാണ് ഇവിടെ തിരുവല്ലയിലെ നമ്മുടെ തിരുമുല്ലപുരത്തെ ഈ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഓണാഘോഷമൊക്കെ? ഇവിടെ തന്നെയായിരുന്നു. പ്രത്യേക ഇവിടെ തന്നെയാണ് ഓണാഘോഷങ്ങൾ. അന്നൊക്കെ 10-15 പേരെ അല്ലെങ്കിൽ ഓണം ഒരു ആഘോഷം തന്നെ. തീർച്ചയായിട്ടും അതൊരു ആഘോഷമായിരുന്നു. ഇപ്പൊ പിന്നെ മോന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. പിന്നെ അതെങ്ങനെയാണ് സോമൻ സാറിന്റെ കൂടെ എങ്ങനെയാണ് നിങ്ങൾ യാത്രയൊക്കെ പോകുമായിരുന്നോ ഓണത്തിന്റെ സമയത്ത്? തീർച്ചയായിട്ടും ഞാൻ ഏതാണ്ട് ഒരു ഹൈസ്കൂളിൽ എത്തുന്ന വരെ ഒക്കെ എല്ലാ ഓണമൊക്കെ അവിടെ കൂടെ ഒക്കെ ആയിരുന്നു. പിന്നെ ബോർഡിങ്ങും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. എന്താണ് ഈ പായസത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി? എന്താണ് ധാരാളം ആളുകൾ? അതെ, നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. വരട്ടെ, കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് കുറച്ച് വിശേഷങ്ങൾ പറയാം. ഇപ്പോഴത്തെ ഒരു ഓണം പഴയകാലത്തെ ഓണം തമ്മിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമുക്ക് എന്നും ഓണമില്ല, ആഘോഷമില്ലയോ? ഇന്നും ഓണാഘോഷമാണ്. നോ റിഗ്രഷൻസ്, ഓൺലി സെലിബ്രേഷൻസ്. സോമൻ സാറിന് ഓണത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയായിരുന്നു? അല്ല, അന്നത്തെ ഓണം അങ്ങനെ ചോദിച്ചാൽ ഇപ്പം ശരിയാ, ഊഞ്ഞാല് ഇതൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഊഞ്ഞാലില്ല, കളികൾ കുറവ്. പിന്നെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് പോലും ഇപ്പം മോൻ്റെ കൂട്ടുകാരൊക്കെയാണ് ഇവിടെ ഇതിന് ചെയ്യുന്നത്. അതിപ്പോൾ അവരുള്ളുണ്ട്. ഇത്രയും തിരക്കുള്ള സമയത്ത് ഇവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. മോനില്ല, മോൻ വെളിയിൽ കാനഡയിലാണ്, അതിനോട് M.Tech ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഓണത്തിന്റെ ആ ഒരു തിരക്കും ഭയങ്കര തിരക്ക് നമുക്ക് ശരിക്കും ഫീൽ ചെയ്തു. എല്ലാവരും എങ്ങനെയുണ്ട് ഓണ ഇപ്രാവശ്യത്തെ? എങ്ങനെയുണ്ട്? ഇപ്രാവശ്യത്തെ അടിപൊളിയായിരുന്നു, നല്ല തിരക്കുണ്ട്. അപ്പം നമ്മളുടെ ഒരു ബ്രാൻഡ് ഇപ്പം തുടങ്ങിയിട്ട് എനിക്കൊന്ന് ബിന്ദു ആൻറ്റിയുടെ താല്പര്യപ്രകാരം തുടങ്ങിയതാണ്. പിന്നീട് 4 വർഷം കൊണ്ട് നന്നായിട്ട് വളർന്നു. ഇപ്പം അങ്കിളുടെ മകൻ്റെ കൂടെയാണ് ഞങ്ങളെല്ലാവരും പഠിച്ചത്. പുള്ളിക്കാരൻ ഇപ്പം പഠിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പം അവനില്ലെങ്കിലും ഞങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ട് വന്ന് ഇവിടെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എല്ലാവരും. എൻ്റെ പേര് ഷോൺ. ഓണം കൂടാൻ വേണ്ടി വന്ന. ഇവിടുത്തെ പായസത്തെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം, നല്ല പായസമാണ്. നമ്മൾ സ്ഥിരം എടുത്ത് കുടിക്കാറുണ്ട്. പിന്നെ കസ്റ്റമേഴ്സ് നല്ലവണ്ണമൊക്കെ ഉണ്ട്. നല്ലതായതുകൊണ്ടാണ് എല്ലാവരും വന്നത്. ഞങ്ങൾ വന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ആളുകളൊക്കെ ഇങ്ങനെ വന്ന് പായസം ചോദിക്കുന്നു. ബുക്ക് ചെയ്തവർക്ക് കൊടുത്തിട്ട് ബാക്കി തരാം എന്നുള്ള അങ്ങനെ. അപ്പം അത്രയ്ക്ക് ഡിമാൻഡാണല്ലോ ഈ സാധനത്തിന്. നമുക്ക് ബുക്ക് ചെയ്തവർക്ക് ഇപ്പോൾ വന്നവർക്ക് കൊടുക്കാം, പക്ഷേ ബുക്ക് ചെയ്തവർ അധികം പേര് വന്നിട്ടില്ല. അപ്പോൾ വരാത്തത് കൊണ്ട് നമ്മൾ ബുക്ക് ചെയ്തവർക്ക് കൊടുക്കാതെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഷോർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ബുക്ക് ചെയ്തവർക്ക് കൊടുത്തിട്ട് ബാക്കി എക്സസ് വരുന്നത് നമുക്ക് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാരാ ശരിക്കും ഈ പായസത്തിന്റെ ഒരു കൂട്ടിന്റെ ഒക്കെ ഒരു ഉപജ്ഞാതാവ് ആരാണ്? ബിന്ദു ആന്റിയാണ്. ബിന്ദു ആന്റി എവിടെ? ബിന്ദു ആന്റി വന്നിരിക്കുകയാണ്. ബിന്ദു ആന്റി MG സോമൻ സാറിന്റെ മരുമകളാണ് അല്ലേ? ഞങ്ങള് അതെ സജി സോമന്റെ അടുത്ത് ചോദിക്കുമായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ ഓണം വളരെ അറിയാമല്ലോ, അന്നത്തെ അദ്ദേഹമൊക്കെ ഉള്ള സമയത്ത്. അപ്പം ഇവിടെ വലിയ ഓണാഘോഷമാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഈ ഓണം സ്പെഷ്യൽ പായസത്തിന്റെ ആ ഒരു കാര്യത്തിലേക്ക് വരാം. എന്താണ് ഇതിന്റെ ഒരു ടേസ്റ്റിന്റെ രഹസ്യം? എന്താ ടേസ്റ്റിന്റെ രഹസ്യം ചോദിച്ചാൽ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നു. നമ്മുടേതായ ചില ചെറിയ പൊടിക്കൈകളും അങ്ങനെയൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. ആദ്യം നമ്മളിതിങ്ങനെ ആളുകൾക്ക് കൊടുത്തു തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് ഉപയോഗിച്ചവർ പിന്നെ പറഞ്ഞ് ബാക്കി അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ ആൾക്കാർ വന്നു തുടങ്ങിയത്. ആദ്യം ചെറുതായിട്ട് ഇവിടെ അടുക്കളയിൽ തുടങ്ങി, ചെറുതായിട്ടുണ്ടാക്കി 2-3 ലിറ്റർ ഉണ്ടാക്കി, പിന്നെ പുറത്തോട്ട് വേറൊരു ചെറിയൊരു ഇറക്കി. ഇപ്പം വലിയൊരു പായസപ്പര പോലെ ഉണ്ടാക്കിയത് ഇപ്പം 4.5 വർഷമായി.
ഇതെന്റെ മകന്റെ കൂട്ടുകാരാണ് ഇവരെല്ലാം. എല്ലാ വർഷവും ഓണത്തിന് എല്ലാരും ഞങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ച് ഒരു ആഘോഷമായിട്ടാണ് ഇന്ന് ശരിക്കും ഞങ്ങൾക്ക് പായസമൊക്കെ അതെ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഇവരാണ് ഈ കുട്ടികളാണ് അവിടെ പായസം എല്ലാരും ഡീൽ ചെയ്തിരുന്നത്, അവിടെ വന്നിരുന്ന ആൾക്കാരെയെല്ലാം. അപ്പൊ അവര് വലിയ സഹായമാണ് എല്ലാവരും. അവനില്ലാത്തതിന്റെ ആ ഒരു ഇത് ഇവരങ്ങ് നികത്തി. മകനില്ലാത്തതിന്റെ ആ ഒരു കുറവ് ശരിക്കും കൂട്ടുകാർ പരിഹരിക്കുന്നുണ്ട് അല്ലേ? അതെ അതെ അതെ. എത്ര സമയം എടുക്കും നമ്മളിങ്ങനെ ഓണം ഈ പായസം ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും? പായസം അത് 4-5 മണിക്കൂറല്ല, അതൊരു പാകമായി വരുന്ന. ഇന്നിപ്പം നമുക്ക് വെളുപ്പിന് ഞങ്ങൾ 3 മണിയായപ്പോഴാണ് ഇന്ന് തുടങ്ങി 10 മണിയായപ്പോഴത്തേക്കിന് പായസം ഉണ്ടാക്കി. നമുക്ക് അല്ലെങ്കിൽ സാധാരണ 2 പായസം ഓരോ ദിവസമുള്ള മൊത്തം എനിക്ക് 19 തരം പായസമുണ്ട്. ഇന്ന് നമുക്ക് അടപ്രഥമൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരുവോണ ദിനമായതുകൊണ്ട് അടപ്രഥമൻ മാത്രം. ഇത് എങ്ങനെയാണ് നമുക്ക് രാവിലെ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്ര പേർക്ക് ഇന്ന് നമുക്ക് പായസം കൊടുക്കേണ്ടി വരുമെന്ന്? അറിയാം, ഓരോ ദിവസവും നമുക്ക് ബുക്കിംഗ്. ഇതിപ്പം തിരുവോണം ആയതുകൊണ്ട് പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു. ആൾക്കാർ നേരത്തെ വിളിച്ച് പറയും. അതിനേക്കാട്ടിൽ ഒരു കുറച്ച് കൂടുതൽ നമ്മൾ കരുതും എപ്പോഴും. അങ്ങനെ മകൻ അറിഞ്ഞു ഇന്ന് ഇത്ര കച്ചവടം ഇവിടെ ഉണ്ടെന്നല്ലേ? ഉറപ്പായും. വീട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ പോർച്ചിൽ കിടക്കുന്ന കാറ് അതാണ് നമ്മളെ ആദ്യം ആകർഷിക്കുന്നത്. കാരണം അന്നത്തെ കാലത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്നൊരു വാഹനം കൂടി ഇവിടെ നമുക്ക് ഈ ഷെൽഫിലെല്ലാം കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ MG സോമൻ സാറിന്റെ പഴയ കാലത്തെ ഫോട്ടോകൾ. ഇത് മലയാളികൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒന്നാണ്. സജി സോമൻ പറഞ്ഞത് MG സോമൻ സാർ ഉണ്ടായിരുന്നപ്പോൾ അവർ ട്രിപ്പൊക്കെ പോകുമായിരുന്നു, ഓണത്തിന് പുറത്തൊക്കെ പോകുമായിരുന്നു, അന്നായിരുന്നു ഓണാഘോഷം എന്നാണ് പറഞ്ഞത്. ഏതായാലും നമുക്ക് അധിക സമയം നമ്മളിവിടെ നിൽക്കുന്നില്ല, കാരണം അവരുടെ പായസം ഒക്കെ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ചേട്ടാ ഓണാശംസകൾ നേരുന്നു. ഹാപ്പി ഓണം. തിരക്കിനിടയിലും അല്പസമയം റിപ്പോർട്ടർ ടിവിക്ക് അനുവദിച്ചതിൽ വളരെ സന്തോഷം. അയ്യോ അങ്ങനൊന്നുമില്ല, നമുക്ക് എപ്പോഴും ആഘോഷമാണ്, സന്തോഷമാണ്. ഇങ്ങനെ തന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ തിരക്ക് നമ്മൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കുന്നതാണ് ഇഷ്ടമല്ല? തീർച്ചയായിട്ടും. അല്ല പിന്നെ നമ്മളിങ്ങനെ ഓരോരോ ഓർമ്മകളിലൊക്കെ പോകണം. ഇതാകുമ്പോൾ എല്ലാവരും ഉണ്ട്, മോൻ്റെ കൂട്ടുകാർ എസ്പെഷ്യലി. പിന്നെ ഞാൻ ആദ്യം ഇപ്പുറത്ത് നിന്ന് ആള് മകനാണെന്നാണ് പെട്ടെന്ന് പറഞ്ഞത്. പക്ഷെ അവര് തുടങ്ങിയതാണ്. കുഞ്ഞിലെയുള്ള അച്ഛനാന്നേലും സുഹൃത്തുക്കളാണ്, എനിക്കാന്നേലും സുഹൃത്തുക്കളാണ്, എൻ്റെ മകനാന്നേലും സുഹൃത്തുക്കളാണ്. അതാണ് നമ്മുടെ ഒരു ബലം. തിരുവോണ ദിനമായിട്ടും അവർ ഇതെല്ലാം നമ്മൾ വളരെ സഹകരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. വലിയ കൂടുതൽ സൗഹൃദം എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെപ്ത് അവിടെ ഇല്ല. ഒരിക്കൽ ഈ പായസത്തിന്റെ ഇതിപ്പം ചേട്ടന് പരിചയമുള്ള ആളുകളൊക്കെ ഇത് തിരക്കുന്നുണ്ട്, ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്? ഒരുമാതിരി ഞാനിപ്പം ഇൻഡസ്ട്രിയിലാണിപ്പോൾ, ഞാൻ സിനിമയിൽ അങ്ങനെ ഇതില്ലെങ്കിൽ പോലും കാണുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് അറിയുന്നുണ്ട്. നമ്മൾ സിനിമയിൽ ഇല്ലെങ്കിൽ പായസത്തിൽ കൂടി നമ്മുടെ സാന്നിധ്യം ഉണ്ട്. അവർ ആ ഒരു ടോക്ക് തന്നെ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അതും നടക്കുന്നുണ്ട്. പിന്നെ ഹാപ്പി ഓണം. എന്തായാലും സജി സോമൻ ചേട്ടനാണ് ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് സിനിമയിൽ അദ്ദേഹം നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇടക്കാലത്ത് അദ്ദേഹം സിനിമയിൽ നിന്നും കുറച്ച് വിട്ടുനിന്നു. പിന്നീടാണ് ഇങ്ങനെ സ്വന്തമായിട്ടുള്ള പാചകം ആരംഭിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ തിരുവോണ ദിനത്തിൽ സജി സോമന്റെ ഈ വീട്ടിൽ നിരവധി ആളുകളാണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പായസം വാങ്ങാനായി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആ കുടുംബങ്ങളിലെല്ലാം ഇന്ന് ഇവിടെ ഉണ്ടാക്കിയ പായസമായിരിക്കും മധുരം പായസം എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ഒട്ടനവധി കുടുംബങ്ങളിൽ നിന്ന് തിരുവോണ സദ്യയോടൊപ്പം മധുരം പായസമായിരിക്കും വിളമ്പുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.